സോ ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ട്രക്കോമയുടെ ആക്റ്റീവ് ഫേസ് എന്താണെന്ന് നോക്കാൻ പോകുന്നത്. അത് യൂഷ്വലി ചൈൽഡ്ഹുഡിലായിരിക്കും നടക്കുന്നത്. ഇൻക്യുബേഷൻ പീരീഡ് 5 to 22 ഡേയ്സ് ആയിരിക്കും വരുന്നത്. ഇനി കൺജൻറ്റൈവൽ സൈൻസ് എന്തൊക്കെയാണ് പറയുന്നത്. കൺജൻറ്റൈവൽ കൺജഷൻസ് ഉണ്ടാകും. കൺജഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുമന്ന റെഡ്നസ് ഉണ്ടാകുക എന്നുള്ളതാണ്. അത് യൂഷ്വലി അപ്പർ ടാസൽ പോർഷനിലും ഫോണിക്കിൾസ് ഓഫ് കൺജൻറ്റൈവയിലും ആയിരിക്കും ഉണ്ടാവുന്നത്. പിന്നെ കൺജൻറ്റൈവൽ ഫോളിക്കിൾസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതാണ് താഴത്തെ ഈ ഫോട്ടോ കാണിക്കുന്നത്. അതിൽ സാഗോഗ്രീൻ അപ്പിയറൻസ്, സാഗോഗ്രീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പായസത്തിനകത്ത് വരുന്ന വെള്ള വൈറ്റ് ബോൾസ് ഉണ്ടല്ലോ, അത് ബോയിൽ ചെയ്ത അപ്പിയറൻസ് പോലെ ആയിരിക്കും വരുന്നത്. ഇത് യൂഷ്വലി അപ്പർ ടാസൽ കൺജൻറ്റൈവ ആൻഡ് ഫോർണിക്സിലായിരിക്കും കാണുന്നത്. ഇനി ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്കാറ്റേർഡ് ആയിട്ടുള്ള ലിംഫോസൈറ്റ്സ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. കൺജൻറ്റൈവയിൽ 3 ലെയേഴ്സ് ഉണ്ട്. അതിലൊരു ലെയറാണ് അഡിനോയിഡ് ലെയർ. ആ അഡിനോയിഡ് ലെയറിൽ എന്ത് ചെയ്യും, ലിംഫോസൈറ്റ്സ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് സ്കാറ്റേർഡ് ആയിട്ട് കിടക്കും. അതിൽ സെൻട്രൽ പാർട്ടിൽ മോണോന്യൂക്ലിയർ സെൽസും ഫ്യൂ ലിംഫോസൈറ്റ്സ്, പിന്നെ മൾട്ടി ന്യൂക്ലിയേറ്റഡ് സെൽസ്, ലീവോസൈറ്റ്സ് എന്നാണ് അവർ വിളിക്കുന്നത്, അതുമായിരിക്കും കാണുന്നത്. പിന്നെ കോർട്ടിക്കൽ പാർട്ടിലെ സോൺ ഓഫ് ലിംഫോസൈറ്റ്സും കാണാൻ പറ്റുന്നത്. പാപ്പുലറി ഹൈപ്പർപ്ലേഷ്യ എന്ന് പറയുമ്പോൾ ഫോട്ടോ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതൊരു റെഡിഷ്, നമുക്ക് കാണുമ്പോൾ ഒരു ഫോളിക്കിൾസ് പോലെയാണ് തോന്നും. പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡിഷ് ആയിരിക്കും, ഫ്ലാറ്റ് ടോപ്പഡ് ആയിരിക്കും. അത് റൈസ്ഡ് ഏരിയാസ് വിച്ച് ഗീവ് റെഡ് വെൽവെറ്റി അപ്പിയറൻസ് ആയിരിക്കും ടു ടാസൽ കൺജൻറ്റൈവ. ഓരോ പാപ്പിലയിലും സെൻട്രൽ കോർ പോർഷനിൽ കുറച്ച് ഡൈലേറ്റഡ് വെസൽസ് ആയിരിക്കും കാണുന്നത്. അതിനെ സറൗണ്ട് ചെയ്ത് ലിംഫോസൈറ്റ്സ് കാണും. പിന്നെ കവർ ചെയ്ത് ഹൈപ്പർട്രോപ്പിക് എപ്പിത്തീലിയം ആയിരിക്കും കാണുന്നത്. പിന്നുള്ളതാണ് കോർണിയൽ പോർഷൻ. കോർണിയൽ പോർഷനിൽ നമ്മൾ വരുന്നതെന്ന് പറഞ്ഞാൽ കാണിക്കുന്നത് സൂപ്പർഫിഷ്യൽ കെരട്ടൈറ്റിസ്, ഹെർബർട്ട് ഫോളിക്കിൾസ്, പ്രോഗ്രസീവ് പാനസ് ഫോർമേഷൻ ആൻഡ് കോർണിയൽ അൾസർ. സൂപ്പർഫിഷ്യൽ കെരട്ടൈറ്റിസ് കോർണിയൽ അപ്പർ പാർട്ടിലായിരിക്കും കാണുന്നത്. ഹെർബർട്ട് ഫോളിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിംബൽ ഏരിയ, നമ്മുടെ കണ്ണിൻ്റെ വെള്ളയും കറുത്ത പോർഷനും ആ ഇടയ്ക്കുള്ള ആ ഒരു അവർ തമ്മിലുള്ള ജംഗ്ഷനെയാണ് നമ്മൾ ലിംബസ് എന്ന് വിളിക്കുന്നത്. ആ ലിംബസിന് ചുറ്റും എന്തുണ്ടായിരിക്കും, ഫോളിക്കിൾസ് പോലെ വരും. പിന്നെ പറയുന്നത് പ്രോഗ്രസീവ് പാനസ് ഫോർമേഷൻ. പാനസ് എന്ന് പറയുമ്പോഴത്തേക്കും 2 ടൈപ്പ് ഓഫ് പാനസ് ആയിരിക്കും ഉള്ളത്. പ്രോഗ്രസീവ് പാനസ് കൊണ്ട് റിഗ്രസീവ് പാനസ് കൊണ്ട്. അതിൽ ട്രക്കോമയുടെ ആക്റ്റീവ് ഫേസിൽ പ്രോഗ്രസീവ് പാനസ് ആയിരിക്കും കാണുന്നത്. സൂപ്പർഫിഷ്യൽ ഫേസിൽ എന്തായിരിക്കും, റിഗ്രസീവ് പാനസ് ആയിരിക്കും കാണുന്നത്. എന്താണ് പ്രോഗ്രസീവ് പാനസും റിഗ്രസീവ് പാനസും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ പ്രോഗ്രസീവ് പാനസിൽ ഈ വര കാണിച്ചിരിക്കുന്നത് ബ്ലൂ ലൈൻസ് മാത്രമായിട്ട് കാണിച്ചിരിക്കുന്നത് എന്താണ്, വെസൽസ്, ബ്ലഡ് വെസൽസിൽ വാസ്കുലറൈസേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഈ ബ്ലൂ വര ഉദ്ദേശിക്കുന്നത് ഈ ബ്ലൂ ഡോട്ട് ഉദ്ദേശിക്കുന്നത് ഇൻഫിൽട്രേഷൻ. അപ്പം ഇൻഫിൽട്രേഷൻ ആണ് മുമ്പിൽ വരുന്നത്, വാസ്കുലറൈസേഷൻ ബാക്കിലാണ് വരുന്നതെങ്കിൽ അത് പ്രോഗ്രസീവ് പാനസ് ആയിരിക്കും. ചിലപ്പോൾ ഇത് ഓപ്പോസിറ്റ് വരുമ്പോൾ എന്തായിരിക്കും നടക്കുന്നത്, ഈ വരയായിരിക്കും ആദ്യം വരുന്നത്, ഇത് ബാക്കിലും വരും, കുത്ത് പുറത്തുള്ളത് ബാക്കിൽ, ഡോട്ട്സ് ബാക്കിൽ വരുന്നത്, അത് റിഗ്രസീവ് ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. പിന്നെ 4th പോയിന്റ് എന്ന് പറയുമ്പോൾ കോർണിയൽ അൾസർ ആയിരിക്കും പിന്നെ കാണാൻ പറ്റുന്നത്. അത് ഇച്ചിരി ഡെവലപ്ഡ് സ്റ്റേജിലായിരിക്കും കാണാൻ പറ്റുന്നത്. പിന്നെ ഇത്രയും നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ആക്റ്റീവ് ഫേസിൽ കൺജൻറ്റൈവൽ കോർണിയാണ് ഇൻവോൾവ് ചെയ്യുന്നത്. പിന്നെ കൺജൻറ്റൈവൽ സൈൻസ്, കോർണിയൽ സൈൻസ് കാണാൻ പറ്റും. കൺജഷന് ഫോളിക്കിൾസ്, പാപ്പിൽ ആണ് കൺജൻറ്റൈവൽ കാണാൻ പറ്റുന്നത്. കോർണിയൽ, സൂപ്പർഫിഷ്യൽ കെരട്ടൈറ്റിസ്, ഹെർബർട്ട് ഫോളിക്കിൾസ്, പ്രോഗ്രസീവ് ട്രാൻസ്ഫോർമേഷൻ ആൻഡ് കോർണിയൽ അൾസർ. ഇത്രയാണ് എന്ത് ആക്റ്റീവ് ഫേസ്. അപ്പം ഈ അടുത്ത് നമുക്ക് അടുത്ത എടുക്കാം. സോ താങ്ക് യു.